ഡിജിറ്റൽ അറസ്റ്റിൻ്റെ സൂത്രധാരൻ ബോംബെ മലയാളി. CBI കഴിഞ്ഞ ദിവസം ബോംബെ മലയാളിയെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്ന ഒരു കേസ് കേരളത്തിലുണ്ട്. 6/9/2025 മട്ടാഞ്ചേരിയിൽ 59കാരിക്ക് 2,88,00,000 രൂപ നഷ്ടപ്പെട്ടു. ഡിജിറ്റൽ അറസ്റ്റായിരുന്നു. ബോംബെ പോലീസ് CBI യൂണിഫോമൊക്കെ ഇട്ട് അവരെ ഡിജിറ്റലിൽ അവരെ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അങ്ങനെ അവരെ 2,88,00,000 രൂപ അവർക്ക് നഷ്ടപ്പെട്ടു. 59കാരി ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ തന്നെ കാരണം പണമെല്ലാം നീക്കിക്കഴിഞ്ഞു. ഇവരെ ബാങ്കിലുള്ള 2,88,00,000 പോയി കഴിഞ്ഞു. അതിനുശേഷം ഒരു 30 ലക്ഷം രൂപയുടെ വേറെ എവിടുന്നെങ്കിലും വായ്പ വാങ്ങിച്ച് അടച്ചോട്ടെ എന്ന് വിചാരിച്ച് ഒരു 30 ലക്ഷം കൂടെ ബോംബെ പോലീസ് എന്ന നാമധേയത്തിൽ ആവശ്യപ്പെട്ടു. പണമൊന്നുമില്ല കയ്യിൽ, എല്ലാ പണവും തീർന്നു എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ നിങ്ങളുടെ കിഡ്നിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരെണ്ണം കൊടുക്ക്, 30 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു. ഇതാണ്. അതിനുശേഷം ഇവരെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇത്ര അടച്ചതിന് വേണമെന്ന് ആദ്യം മുതലേ സമ്മതിച്ചായിരുന്നു. അത് നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇത് CBI ആണ്, അത് ബോംബെ പോലീസാണ്, ആ ലോക്കൽ പോലീസ് നിങ്ങൾക്ക് അതിൻ്റെ രസീത് തരും എന്നീ പാവം 59കാരിയോട് പറഞ്ഞപ്പം അവർ പണമെല്ലാം നഷ്ടപ്പെട്ടു. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി രസീത് ചോദിച്ചു. അപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെ മട്ടാഞ്ചേരി പോലീസ് അവിടെ 6/9/2025 കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസ് പിന്നീട് CBIക്ക് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ധാരാളം ആൾക്കാർക്ക് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റിലും ഇതുപോലെ ബോംബെ പോലീസ് യൂണിഫോം ഇട്ട് അവരുടെ എല്ലാം മൊബൈലിൽ കൂടെ വാട്സാപ്പിൽ കൂടെ അവരെ കണ്ട് ഭീഷണിപ്പെടുത്തി പണം തട്ടിച്ച വളരെയധികം ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇത് കൂടുതലും തട്ടിപ്പിൻ്റെ പണം പോയത് CBI മറ്റും കണ്ടെത്തിയത് അത് പഴയ ബർമ അല്ലെങ്കിൽ മ്യാൻമാറിലേക്കാണ് ഈ പണം പോകുന്നത്. നമുക്കറിയാം തട്ടിപ്പിന് ഏത് ഭാഷയിലും അവർ സംസാരിക്കും. തട്ടിപ്പുകാർ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മാതൃഭാഷ ഏതാണോ അതിലും അവർ സംസാരിക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ എൻജിനീയറായ ഭാര്യാഭർത്താക്കന്മാർ എൻ്റെ അടുത്ത് വന്നു. അവർ ഓൺലൈൻ തട്ടിപ്പിലായിരുന്നു. ഡിജിറ്റൽ തട്ടിപ്പിൽ 4 ദിവസം ഇരുന്നു. മറ്റൊരാരോ അത് അറിഞ്ഞ് അവരെ കണ്ടു. എന്നോട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദയവായിട്ട് അവരിവിടെ വരിക, അത് ഡിജിറ്റൽ അറസ്റ്റിലാണ്, എങ്ങനെയാണ് വീട് വിട്ടിറങ്ങുന്നത്, മൊബൈലിൽ തന്നെ 24 മണിക്കൂർ നിൽക്കുകയല്ലേ, അത് സാരമില്ല, മൊബൈൽ തന്നെ നിന്നോളൂ, നിങ്ങളുടെ കാറിൽ കയറി എൻ്റെ അടുത്ത് വരിക, ഡിജിറ്റൽ അറസ്റ്റിൽ തന്നെ ഇരുന്നോട്ടെ. അവർ ഭയപ്പെട്ടാണേലും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നൊക്കെ പേടിച്ച് അവർ ഏതായാലും കാറിൽ എൻ്റെ വീട്ടിൽ വന്നു. 2 പേരും ഭയചകിതരാണ്. 2 പേരും മൊബൈൽ അറസ്റ്റിലാണ്. ഞാൻ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, ആ മൊബൈൽ ഇങ്ങോട്ട് തരിക. അയ്യോ സാറേ അത് പോലീസ്. ഞാൻ പറയും, ഞാനും ഒരു പോലീസാണ്, പേടിക്കണ്ട. ആ മൊബൈൽ ഇങ്ങ് വാങ്ങിച്ചിട്ട് മലയാളത്തിൽ ഞാൻ ഇന്നയാളാടാ, ഞാൻ പോലീസുകാരനാടാ, അതിൻ്റെ കൂടെ മലയാളത്തിലെ 2 മോശമായ 2 വാക്കുകളുടെ അങ്ങ് പറഞ്ഞു വെച്ചിട്ട് പോടാ എന്നുള്ള രീതിയിൽ അറിയാമല്ലോ നമുക്ക് പറയാൻ. ആ ഭാഷ കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡിസ്കണക്റ്റായി. കാരണം മലയാളി അവിടെയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ മലയാളി ഏത് ഭാഷയിലുള്ള ആൾക്കാർക്കും അവരുടെ ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് വിവരങ്ങളെല്ലാം ഇപ്പം പുറത്തേക്ക് വന്നു. CBI ഈ ബോംബെ മലയാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സുനിൽ നെല്ലത്ത് രാമകൃഷ്ണൻ എന്ന ആളെയാണ് ബോംബെയിൽ CBI അറസ്റ്റ് ചെയ്തത്. അയാൾ ബാങ്കോങ്ങിൽ നിന്ന് ബോംബെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ CBI അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ തന്ത്രങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിൽ സാധാരണഗതിയിൽ പണം പലർക്കും നഷ്ടപ്പെടും, പ്രണയത്തിനകത്ത് കുരുക്കി പണം നഷ്ടപ്പെടും, സാമ്പത്തികമായ പല ഇതിലും അവർ ഡിപ്പോസിറ്റ് സ്വീകരിച്ചു അങ്ങനെയൊക്കെ നഷ്ടപ്പെടും. പല വിധത്തിലുള്ള തട്ടിപ്പാണ്
ഇവർ നടത്തുന്നത്. ഓൺലൈനിൽ ആണ് ഈ തട്ടിപ്പുകളെല്ലാം, പണമെല്ലാം പോകുന്നത് പ്രത്യേക ഒരു അക്കൗണ്ടിലേക്ക് ഇന്ത്യയെ വിട്ട് പോവുകയാണ്. ഏതായാലും ഇതിനകത്ത് ഈ മലയാളി ചെയ്തുകൊണ്ടിരുന്നത്, ഇവനാണ് അതിൻ്റെ ഒരു ബ്രെയിന്. ഇവനെ ആൾക്കാരെ, ഇന്ത്യയിലെ IT-ക്കാരെയും അതുപോലെ ഈ പോളിടെക്നിക്ക് പഠിച്ചവരെയും അത്യാവശ്യം കമ്പ്യൂട്ടറിലെ ജോലി അറിയാവുന്നവരെയെല്ലാം റിക്രൂട്ട് ചെയ്യും. അവർക്ക് നല്ല രീതിയിലുള്ള ശമ്പളം കൊടുക്കും. അത് തായ്ലൻഡിലാണ് നിങ്ങൾ പോകേണ്ടത്, എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അവരും കുറേ പണം കൊടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പം പറയും അവർ ഫ്രീ ആയിട്ടാണ്, ഒന്നും വേണ്ട, നിങ്ങളവിടെ ജോലി ചെയ്തതിന് ശേഷം മാത്രം മതി. എല്ലാവർക്കും സന്തോഷമായി കൊണ്ടുപോകുന്നത് അവരെ ബോംബെയിൽ നിന്നാണ് ബാങ്കോങ്ങിലെ തായ്ലൻഡിലേക്ക് കൊണ്ടുപോകും. 10, 30, 40 പേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് അവരെ ചില ഓൺ അറൈവലിലാണ് എയർപോർട്ടിൽ അവരെ സ്വീകരിക്കുകയും വിസ കൊടുക്കുകയും ചെയ്തിട്ട് അവിടുന്ന് ചില ബോട്ടിലും ഫെറിയിലുമൊക്കെ ആയി ഇവരെ ജലമാർഗവും കരമാർഗവും ഇവരെ മ്യാൻമാറിലെത്തിക്കും. മ്യാൻമാറിലെത്തിച്ചു കഴിഞ്ഞാൽ അതൊരു ഗുണ്ടാ സംഘമാണ്. അവിടെ ചെന്ന് പെട്ടുപോകും. അവിടെ എല്ലാ ഭാഷയിലുള്ള, ഇന്ത്യയുടെ എല്ലാ ഭാഷയിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ് മലയാളം, തമിഴ്, കന്നഡ, അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി എന്ന് വേണ്ട ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പം എല്ലാ ഭാഷയിലും ഡിജിറ്റൽ അറസ്റ്റ് ഏത് ഭാഷയിലും അവർക്ക് സംസാരിക്കാൻ കഴിയും. ഇവരെ എല്ലാം അവിടുന്ന് തായ്ലൻഡിൽ കൊണ്ടുപോയിട്ട് ഇവരെ അവിടെ ഭീഷണിയുടെ സ്വരത്തിലും അടിച്ചും ഇടിച്ചുമൊക്കെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമാക്കുകയാണ്. ഇവർക്ക് കഴിഞ്ഞുകൂടണം, ഇവർക്ക് ചിലവ് കഴിയണം, താമസ സൗകര്യം വേണം. പക്ഷേ അവരെ കോമ്പൗണ്ട് വിട്ടു പോകാൻ അവരനുവദിക്കത്തില്ല. ഭീകരമർദ്ദനം നടത്തും, ചവിട്ടും, ഇടിക്കും. അവർ പറയുന്ന പോലെ കേൾക്കണം. അങ്ങനെ അവരെല്ലാവരും ഈ തട്ടിപ്പിൻ്റെ ഭാഗമാകുന്നു. അവർ പറയുന്ന പോലെ തന്നെ ഇവരും പറയും. മലയാളിയെ ഒരുത്തനാണ് വിളിക്കുന്നതെങ്കിൽ മലയാളി അവിടെ റിക്രൂട്ട് ചെയ്ത ഒരാളുണ്ട്. ഹിന്ദിക്കാരനാണെങ്കിൽ ഹിന്ദിയിലുണ്ട്. ബംഗാളിയിലാണെങ്കിൽ ബംഗാളി ഭാഷയിലെ ആൾക്കാർ എൻജിനീയറായിട്ടും അല്ലെങ്കിൽ IT-ക്കാരായിട്ടും അവരുടെ കൈവശമുണ്ട്. അവരെ ഭീകരമായി മർദ്ദിച്ചൊതുക്കി അത്യാവശ്യം ചില ശമ്പളമൊക്കെ കൊടുത്ത് അവർ ഇന്ത്യയിലേക്ക് അവരെ ശമ്പളമൊക്കെ ചിലപ്പോൾ അയച്ചെന്ന് വരാം. പക്ഷേ എങ്ങനെയാണ് ആ പണം ഇവിടെ വരുന്നതെന്ന് അവരുടെ അക്കൗണ്ടിൽ വരുന്നതെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഏതായാലും കൃത്യമായ ആ ബോംബെയിൽ ഒരു മലയാളി ഉണ്ടെന്ന് അന്നേ എനിക്കറിയാം. അവരെ തന്നെ CBI അറസ്റ്റ് ചെയ്ത് അവരെ അഭിനന്ദിച്ചിരിക്കുന്നു. കാരണം കൃത്യമായ ആ ഒരാളെ തന്നെ ബോംബെയിൽ നിന്ന് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് വരുന്ന വാർത്തകൾ. ഏതായാലും IT മേഖലയിലും ഡാറ്റാ സെൻറ്ററിലും കോൾ സെൻറ്ററിൽ നിന്നൊക്കെ ഉള്ള കുട്ടികളെയാണ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് പുതിയ ജോലിയും കൂടിയ ശമ്പളവും ഓഫർ ചെയ്യുമ്പോൾ എല്ലാവരും പോകും. എല്ലാവരും ബോംബെ വഴി, ഒരു പൈസയും ചിലവില്ല. അവർ തന്നെ ടിക്കറ്റ് എടുത്ത് ബോംബെയിൽ നിന്ന് തായ്ലൻഡിൽ കൊണ്ടുപോയി അവിടുന്ന് ഫെറി കൂടെ കടത്തി ബാങ്കോങ്ങിൽ നിന്ന് നേരെ മ്യാൻമാറിലെത്തി അവിടെ ഈ ഗുണ്ടകളുടെ സെൻറ്ററിലേക്ക് അടച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഒരു മോചന മാർഗമില്ല. എന്തായാലും പല ആൾക്കാർക്കും കേരളത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബോംബെ പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് വാട്സാപ്പിൽ കൂടെ അവരെ കാണാം, അവർ സംസാരിക്കുന്ന കാണാം. നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ ചില കാര്യങ്ങൾ, ചില കള്ളത്തരങ്ങൾ വെളിയിലോട്ട് പോയി കഴിയുമ്പം ബോംബെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് അവരുടെ അക്കൗണ്ടിൽ മുഴുവൻ പണം വരെ കൊടുക്കും. അങ്ങനെയാണ് അമ്മച്ചിക്ക് 59 വയസ്സുള്ള അമ്മയുടെ ഏകദേശം 2,88,00,000 രൂപ പോയി കിട്ടിയത്. എന്തായാലും ഇതുപോലെയുള്ള ഫ്രോഡുകൾ മിക്കവാറും നടത്തുന്ന ഗ്രൂപ്പിൽ മലയാളി തീർച്ചയായിട്ടും ഉണ്ട്. ബോംബെ മലയാളിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി തുടർച്ചയായ അറസ്റ്റുകൾ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓൺലൈൻ ഗെയിംസ് കുട്ടികളൊക്കെ ചെന്ന് ചാടി പലർക്കും വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചതും അവരുടെ അക്കൗണ്ടിലുള്ള പണമെല്ലാം നഷ്ടപ്പെട്ടു. ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അത് കളിക്കുന്നത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അതിനൊരു പുതിയ നിയമം 2025 ഓൺലൈൻ ഗെയിം ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. 3 വർഷത്തെ തടവ് അല്ലെങ്കിൽ 1 കോടി രൂപ പിഴയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നിയമപരമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതുപോലെയുള്ള തട്ടിപ്പിനെതിരായിട്ട് അതിശക്തമായി നീങ്ങുന്നുണ്ട്. ഏതായാലും CBIയുടെ അറസ്റ്റ് കൃത്യമായി ഡിജിറ്റൽ ഈ അറസ്റ്റിന് ഒരു വിരാമമാകും. ഇങ്ങനെ ചെയ്യുന്ന ഫ്രോഡിന് ഒരു വിരാമമാകും, അല്ലെങ്കിൽ ഒരു പരിധിവരെ വിരാമമാകും എന്നാണ് ഞാൻ കരുതുന്നത്.